ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരല്പം തിരക്കുള്ള ദിവസമാണ്. പക്ഷേ ഇന്ന് അടുക്കളയിലേക്ക് കയറുമ്പോൾ ഉണ്ടല്ലോ, രാവിലെ 6 മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ അടുക്കളയിലേക്ക് വരുന്നത്. ഇന്ന് സ്കൂൾ അവധിയാണല്ലോ, അപ്പോൾ കുറച്ച് നേരം കൂടെ കിടന്നിട്ട് എണീക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് സുബഹിസ്കാരം കഴിഞ്ഞ് കുറച്ച് നേരം ഫോണിലേക്ക് ഒന്ന് തോണ്ടി അവിടെ ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഒരു 6 മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ അടുക്കളയിലേക്ക് കയറി വന്നത്. അപ്പോൾ രാവിലെ ഇന്നൊക്കെ എണീച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, കുറച്ച് അടയ്ക്ക പറിക്കാനുണ്ട്, അപ്പം എൻ്റെ കൂടെ വരാമോ എന്ന് ചോദിച്ചു. ഒരാളെ മാത്രം പണിക്ക് കൂട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് പറിച്ചിട്ട് കഴിഞ്ഞാൽ കൊലയിൽ നടത്തിയെടുക്കാനൊക്കെ ആയിട്ട് നീ എന്നെ സഹായിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറ്റുവാണെങ്കിൽ വീട്ടിലെ പണി കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലത്തെ പണികളൊക്കെ കുറച്ച് പെട്ടെന്നാക്കണയാണ് കേട്ടോ. എന്നും രാവിലെ എണീച്ച് കഴിഞ്ഞാൽ കട്ടൻ ചായയിലോ അതല്ലെങ്കിൽ ഒരു ചുടുവെള്ളത്തിലൊക്കെ ആയിരിക്കും രാവിലത്തെ തുടക്കം. ഇന്ന് നേരെ തിരിച്ചാണ് കേട്ടോ. ഈ അടുപ്പും തറയൊക്കെ നന്നാക്കി നേരെ കഞ്ഞിക്ക് വെള്ളം വയ്ക്കാൻ പോകാൻ കേട്ടോ. അങ്ങനെ അടുപ്പിലെ ചാരമൊക്കെ ഒന്ന് കോരി അടുപ്പും തറയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ടോ. ഇനി കഞ്ഞിക്ക് വെള്ളം വെക്കണം. വൈകുന്നേരത്തെ കുറച്ച് ചോറുണ്ടായിരുന്നു, അത് ഞാൻ കഴുകി വാരിയും കണ്ട് കഞ്ഞിക്കലത്തിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം തിളപ്പിച്ച് വാർത്തെടുക്കണം, എന്നിട്ട് വേണം കേട്ടോ അരി ഇടാനായിട്ട്. രാവിലത്തെ പണികളെന്ന് പറഞ്ഞാൽ ഉച്ചക്കത്തേക്ക് ചോറും കറിയും ആക്കണം, പിന്നെ പാത്രമൊക്കെ കഴുകി വീടൊക്കെ ഒന്ന് അടിച്ച് വാരി രാവിലെ ചായക്ക് കഴിക്കാനും അതും റെഡിയാക്കണം കേട്ടോ. എന്നിട്ട് വേണം കേട്ടോ ഇക്കാരോട് ഇന്ന് പണിക്ക് പോകണമെങ്കിൽ. അങ്ങനെ വിറകൊക്കെ വെച്ച് അടുപ്പ് നന്നായിട്ട് കഞ്ഞിക്കലത്തിലുള്ള ചോറ് തിളപ്പിച്ച് വാർക്കാനായിട്ട് ഞാൻ അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. അതവിടെ ഇരുന്ന് ചൂടായി തിളക്കട്ടെ. അപ്പോഴത്തേക്കും കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്. അപ്പോൾ രാത്രി പാത്രം കഴുകിയില്ല കേട്ടോ. തലേദിവസം ചെറിയൊരു മഴയും കറണ്ട് പോക്കൊക്കെ ആയതുകൊണ്ട് തന്നെ വെട്ടമില്ലാതെ നമുക്ക് പിന്നെ പണി ചെയ്യാനൊന്നും ഒരു ഉഷാറുണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ ശനിയാഴ്ചയല്ലേ നേരം വെളുത്തിട്ട് ചെയ്യാൻ സമയമുണ്ടല്ലോ എന്ന് കരുതി പിന്നെ അത് അങ്ങനെ തന്നെ വെച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഇന്ന് എണിച്ചിട്ട് ആദ്യത്തെ പണി പാത്രം കഴുകാണ് കേട്ടോ. പാത്രമൊക്കെ കഴുകി സ്ലാബൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടു കേട്ടോ. പിന്നെ അതേ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ട് സ്റ്റൗവിലേക്ക് അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചു. ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ. വെള്ളം തിളച്ച് വന്നപ്പോൾ തന്നെ തട്ടിൽ കുറച്ച് എണ്ണയൊക്കെ ആക്കിയിട്ട് തട്ട് ചൂടാവാനായിട്ട് വെച്ചു. തട്ട് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മാവ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. മാവ് ഇന്നലത്തെ ബാലൻസ് ആയതുകൊണ്ട് തന്നെ ഇഡ്ഡലി തികയില്ല കേട്ടോ. അപ്പോൾ 1-2 കഷ്ണം പുട്ടും കൂടെ ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. പിന്നെ ഞാൻ ഇന്നലെ വൈകുന്നേരമാണ് കേട്ടോ സാമ്പാർ കറി ഉണ്ടാക്കിയത്, അത് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി രാവിലെ ഇഡ്ഡലിക്ക് വേറെ കറിയൊന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കണ്ട, സാമ്പാർ കറീനെ എടുത്ത് ചൂടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അത് ആദ്യത്തെ ട്രിപ്പ് ഇഡ്ഡലി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ. ഇഡ്ഡലി വേവണ സമയം കൊണ്ട് തന്നെ നേരത്തെ ഞാൻ അടുപ്പ് കത്തിച്ചങ്ങാണ്ട് കഞ്ഞി തിളപ്പിച്ച് വറക്കാനായിട്ട് വെച്ചിട്ടുണ്ടായല്ലോ. അപ്പോൾ ചോറ് അവിടെ ഇരുന്ന് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആ കലം മാറ്റിയിട്ട് വേറെ ചെറിയ കലത്തിലേക്ക് ഒഴിച്ചിട്ടാണ് കേട്ടോ ചോറ് വാർത്ത് വെക്കുന്നത്. കാരണം എനിക്ക് ഈ കഞ്ഞിക്കലത്തിൽ തന്നെ കലം കഴുകിയിട്ട് വേണം ഉച്ചക്കത്തേക്ക് അരി ഇടാനായിട്ട് കേട്ടോ. കഞ്ഞി ഞാൻ കലം മാറ്റിയങ്ങാണ്ട് അത് വാർത്ത് വെച്ചു. കഞ്ഞിക്കലം ഒന്ന് കഴുകി എടുത്തു കേട്ടോ. നന്നായിട്ടൊന്നും തേച്ച് കഴുകിയിട്ടില്ല, ഇനിയിപ്പോൾ ഇപ്പം തന്നെ കഴുകി പിടിപ്പിക്കാനല്ലേ എന്ന് കരുതിയിട്ട് ഒരു 3/4 ഭാഗത്തോളം ഒന്ന് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തന്നെ കഞ്ഞിക്ക് വെള്ളം എടുത്ത് വെച്ചു കേട്ടോ. ഇനി ആ വെള്ളം ഒന്ന് ചൂടായി വരട്ടെ. അപ്പോഴത്തേക്കും കുറച്ച് കുടിക്കാൻ വെള്ളം വെക്കാൻ കേട്ടോ. എന്നും ഞാൻ അരി ഇടുന്നതിന് മുമ്പ് തന്നെ ഒരു കലം വെള്ളം വെച്ച് കുടിക്കാൻ കോരി കഴിഞ്ഞിട്ട് പിന്നെ അരി ഇടാനാണ് കേട്ടോ. ഇന്ന് സമയമില്ലാത്തത് കാരണം ഇന്ന് ഇൻഡക്ഷൻ കുക്കറിലേക്ക് വെച്ചു കേട്ടോ കുടിക്കാനുള്ള വെള്ളം. പിന്നെ അരി ഇടാനുള്ള വെള്ളം അടുപ്പത്തേക്കും വെച്ചു കേട്ടോ. അപ്പോൾ ആ വെള്ളം തിളക്കുമ്പോഴത്തേക്കും ഈ വെള്ളവും തിളച്ചോളൂ കേട്ടോ. അപ്പോൾ ഇത്ര സമയമായപ്പോഴത്തേക്കും നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് ഇഡ്ഡലി വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇഡ്ഡലി എടുക്കണം, അടുത്ത ട്രിപ്പ് ഒഴിച്ച് വെക്കണം കേട്ടോ. ആദ്യത്തെ ട്രിപ്പ് ഇഡ്ഡലി എടുത്തു, രണ്ടാമത്തെ തട്ട് ഇറക്കി വെച്ചെങ്ങാണ്ട് രണ്ടാമത്തെ ട്രിപ്പ് ഇഡ്ഡലി മാവ് ഒഴിക്കുകയാണ് കേട്ടോ. ഇതിൽ 2 തട്ടും കൂടി ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. ചെറിയ ഇഡ്ഡലി പാത്രം ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 തട്ട് ഒരുമിച്ച് വെക്കുമ്പോൾ അടിയിലുള്ള മാവ് വെന്ത് അത് പൊങ്ങി വരുന്ന സമയത്ത് മുകളത്തെ തട്ട് അതിന് മുട്ടിയിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 2 പാത്രം ഒരുമിച്ച് 2 തട്ടും കൂടെ ഒരുമിച്ച് വെച്ചെങ്ങാണ്ട് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. അതേപോലെ തന്നെയാണ് കേട്ടോ ഇടിയപ്പം ഉണ്ടാക്കുകയാണെങ്കിലും നമ്മളൊരു തട്ട് വെച്ചിട്ട് അതിൽ ഇടിയപ്പത്തിനൊക്കെ മാവ് ചുറ്റി കഴിഞ്ഞിട്ട് അത് വെന്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ രണ്ടാമത്തെ തട്ട് വെക്കാൻ പറ്റുള്ളൂ. ചെറിയ ഇഡ്ഡലി പാത്രം ആയതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം പിടിക്കും കേട്ടോ. ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിലും ഇടിയപ്പം ഉണ്ടാക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇഡ്ഡലി വേവാനായിട്ട് വെച്ചു. ഇനി കുറച്ച് പുട്ട് ഉണ്ടാക്കണം. 1-2 കഷ്ണം പുട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ.
പുട്ടുണ്ടാക്കാനായിട്ട് കുറച്ച് തേങ്ങയും കൂടെ ചിരവി എടുക്കുകയാണ് കേട്ടോ. പിന്നെ പുട്ട് ആവി കയറ്റി എടുക്കാനായിട്ട് ഞാൻ കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരുന്നുണ്ട്. ആ ഒരു സമയം തന്നെ ഇഡ്ഡലി പാത്രത്തിൽ നമ്മൾ മാവ് ഒഴിച്ച് വെച്ച ഇഡ്ഡലി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് എടുത്തുങ്ങാണ്ട് പിന്നെ 1-2 ഇഡ്ഡലിക്കുള്ള മാവും കൂടെ ഉള്ളൂ. പിന്നെ അതും കൂടെ ഒന്ന് ഒഴിച്ച് വെക്കണം. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ പുട്ടും ഉണ്ടാക്കണം കേട്ടോ. ഇഡ്ഡലിത്തട്ടൊക്കെ ഒരുപാട് വർഷത്തെ പഴക്കമുള്ള കാരണം അടച്ചു വെക്കുമ്പോഴും തുറന്നെടുക്കുമ്പോഴൊക്കെ നമുക്കൊരു കത്തി വേണം കേട്ടോ, ഇട്ട് മുട്ടിക്കൊണ്ടിരിക്കാനായിട്ട്. അടച്ചു വെക്കുന്ന സമയത്ത് കുറച്ച് ഒരു മുറുക്കാണ് കേട്ടോ, ഒരു മുറുക്കം പോലെയാണ് കേട്ടോ. അപ്പോൾ അത് അടച്ചെടുക്കാനായിട്ട് ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ കൈ വെച്ച് തട്ടി കൊടുത്തിട്ട് വേണം അടയ്ക്കണമെങ്കിൽ. തുറക്കണമെങ്കിലും അതേപോലെ തന്നെ കേട്ടോ. അധികം മുറുക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കത്തിയോ കമ്പോ എന്തെങ്കിലും വെച്ചിട്ട് വേണം കേട്ടോ കുത്തി തുറന്നെടുക്കണമെങ്കിൽ. അങ്ങനെ ഇഡ്ഡലി ഞാൻ അവസാനത്തെയാണ് 1-2 ഇഡ്ഡലി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്നും അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴത്തേക്കും ഇത് ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു ചിരട്ടപ്പുട്ട് അതും ആവി കയറ്റി വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ. കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചാൽ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് 2 പനിക്കുറുക്കയിലും കൂടെ കഴുകി കൊണ്ടുവന്നിട്ടു കേട്ടോ. ഇഡ്ഡലി എടുത്തുകൊണ്ട് തട്ട് ചൂടാറാനായിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതായത് അത് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇഡ്ഡലി പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഈ രാവിലത്തെ ഒരു തിരക്കുണ്ടല്ലോ, അതൊരു ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ സ്കൂളില്ലെങ്കിലും സ്കൂളുണ്ടെങ്കിലും എല്ലാ ദിവസവും ഇതുപോലെ തന്നെയാണ് കേട്ടോ. കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിലും എല്ലാം ഇതുപോലെയാണ് കേട്ടോ. ഈ രാവിലത്തെ ഒരു തിരക്കൊരു ഭയങ്കര തിരക്കാണ് കേട്ടോ. നമ്മൾ എത്രയൊക്കെ രാത്രി ദിവസങ്ങളിൽ തലേ ദിവസങ്ങളിൽ പകുതിയോളം പണി രാവിലത്തേക്ക് വേണ്ടി തീർത്തു വെച്ചാലും അതൊന്നും ഒരിക്കലും തീരൂല കേട്ടോ. ഈ രാവിലത്തെ ഒരു പാച്ചിൽ അതൊരു ഭയങ്കര പാച്ചിലാണ് കേട്ടോ. ഇഡ്ഡലി ഉണ്ടാക്കൽ കഴിഞ്ഞു, സാമ്പാറുണ്ട് തിളപ്പിച്ച് എടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഇത് ഇന്നലത്തെ സാമ്പാറാണ് കേട്ടോ, വൈകുന്നേരം ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കൽ കഴിഞ്ഞപ്പോൾ തന്നെ സാമ്പാർ തിളപ്പിക്കാനായിട്ട് വെച്ചു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആദ്യത്തെ കഷ്ണം ചിരട്ടപ്പുട്ടുണ്ടല്ലോ അത് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനെടുത്ത് രണ്ടാമത്തെ ചിരട്ടപ്പുട്ട് ആവി കയറ്റാനായിട്ട് വെച്ചു കേട്ടോ. അപ്പോഴത്തേക്കും കഞ്ഞിക്ക് വെള്ളം വെച്ചത് അതും തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി അരിയും കൂടെ കഴുകിയെടുത്തു. ചോറ് വേവാനായിട്ട് കുറച്ച് സമയം വേണം കേട്ടോ. 1 മണിക്കൂർ കൂടുതൽ ചോറ് വേവാനായിട്ട് സമയമുണ്ട്. അപ്പോൾ ഞാൻ പോണതിൻ്റെ മുമ്പ് ഞങ്ങൾ ഇറങ്ങുന്നതിൻ്റെ മുമ്പ് കഞ്ഞി വെന്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഉമ്മച്ചി വാർത്തോളാന്ന് പറഞ്ഞു കേട്ടോ. അരി ഇട്ടിട്ട് പോയാൽ മതി, ഞാൻ വാർത്തോളാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ചായക്ക് കടി ഇതേ ആയിട്ടുണ്ട്. പുട്ടും ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട്. ചോറൊക്കെ തിളപ്പിച്ച് വാർത്തു, കറിയൊക്കെ ചൂടാക്കി എടുത്തു കേട്ടോ. കുടിക്കാൻ വെള്ളവും തിളച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് എടുത്ത് അടുപ്പും തറയൊക്കെ ഒന്നും കൂടെ തുടച്ചൊന്ന് വൃത്തിയാക്കി ഇടണം കേട്ടോ. ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഉമ്മച്ചിനെ കൊണ്ട് ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ കൊച്ചുങ്ങളെ നോക്കാൻ തന്നെ ഉണ്ടല്ലോ, അത് തന്നെ വലിയൊരു ആശ്വാസമാണ് കേട്ടോ. പിന്നെ വീട് വൃത്തിയാക്കലും അതൊന്നും ഇന്നത്തെ ദിവസം നടക്കൂല കേട്ടോ. കാരണം നമുക്ക് എല്ലാം കൂടി ഒന്നും ഈ രാവിലെ 1-2 മണിക്കൂറിൽ എല്ലാ പണിയൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഞാനിത് ചോറ് തിളപ്പിച്ച് കഴിഞ്ഞാൽ ചൂട് പോവാതിരിക്കാൻ വേണ്ടി കാസർഗോഡിലേക്ക് ഇങ്ങനെ കലത്തോടു കൂടി അല്ലെങ്കിൽ ചെരുവത്തോടു കൂടി ഇങ്ങനെ ഇറക്കി വെക്കും കേട്ടോ. കുറേ ചോറുണ്ടെങ്കിൽ അതിനകത്തേക്ക് തട്ടിയിട്ട് വെക്കും. അതല്ലെങ്കിൽ കുടുംബം പാത്രത്തിലോ ചെരുവത്തിലോ ചെറിയ ചെരുവത്തിലോ കലത്തിലൊക്കെ ഇട്ടിട്ട് ആ കലത്തോടു കൂടി അങ്ങോട്ട് ഇറക്കി വെക്കും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഇനി കഴുകി എടുക്കാനൊക്കെ എളുപ്പമാണല്ലോ. എടുക്കുന്ന സമയത്ത് കലങ്ങി എടുത്താൽ മതിയല്ലോ, നമുക്ക് ചോറ് വിളമ്പാനാവുന്ന സമയത്ത്. അങ്ങനെ എല്ലാം അടുപ്പം തറയിൽ കൊണ്ടുവന്ന് എടുത്ത് വെച്ചു. 2 അടുക്കളയിലുള്ള സ്ലാബും എല്ലാം തന്നെ വൃത്തിയാക്കി വെച്ചു കേട്ടോ. അപ്പോഴത്തേക്കൊക്കെ പാല് മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പാല് ചായ ഉണ്ടാക്കാനായിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ അതും തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ഏലക്കപ്പൊടിയും കുറച്ച് ചായപ്പൊടിയും കൂടി ഇട്ടെങ്ങാണ്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കണം. 7:45 ആയപ്പോഴാണ് കേട്ടോ പാല് കൊണ്ടുവന്നത്. അപ്പോഴത്തേക്കും അടുക്കളയിലുള്ള എല്ലാ ഒതുക്കലും പറക്കലും കഴുകലും തുടക്കലും എല്ലാം കഴിഞ്ഞു. വീടൊക്കെ ഒന്ന് മുഴുവനായിട്ടൊന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടു കേട്ടോ. വൈകുന്നേരം വരുമ്പോഴത്തേക്കും എല്ലാം തല തിരിച്ചാക്കി ഇരിക്കും. പക്ഷേ എന്നാലും രാവിലത്തെ പണികളൊന്നും നേരത്തെ കഴിച്ചിട്ട് പോകുകയാണെങ്കിൽ പിന്നെ വൈകുന്നേരം വന്നിട്ട് നോക്കിയാൽ മതിയല്ലോ. ചെയ്യാതെ പോകുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി പണിയായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുണി അലക്കാനുള്ളൂ. അതിൽ പിന്നെ എന്തായാലും സമയമില്ല. അപ്പോൾ ഇനി വൈകുന്നേരം വന്നിട്ട് സമയം ഉണ്ടെങ്കിൽ അലക്കിയിടാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഞായറാഴ്ച അവധിയാണല്ലോ, അപ്പോൾ ഞായറാഴ്ചത്തേക്ക് മാറ്റാം കേട്ടോ. പിന്നെ വെച്ചാൽ നമ്മൾ ഒരു ദിവസത്തേത് അലക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അലക്കിയാൽ മതി. പിറ്റേ ദിവസത്തേക്ക് മാറ്റിയിടുമ്പോൾ 2 ദിവസത്തെ ആകുമ്പോൾ ഒരു ലോഡ് ഉണ്ടാകും കേട്ടോ. പിന്നെ മടുത്തു പോകും കേട്ടോ. ഇന്നിപ്പോൾ എന്തായാലും അലക്കാൻ സമയമില്ല. അങ്ങനെ ചായ കുടിക്കലെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ചായ കുടിക്കുന്നതും ഇറങ്ങുന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം മക്കളെ കണ്ണ് വെട്ടിച്ചുള്ളൊരു ഓട്ടമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതേ വണ്ടിക്കകത്ത് കയറി നേരെ വിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് ദൂരമൊന്നുമില്ല, അടുത്ത് തന്നെയാണ് കേട്ടോ അടക്ക പറിക്കുന്നത്. പണിക്കാർ വേറെ ഇക്കാക്ക് ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല കേട്ടോ എന്നെ കൊണ്ടുപോയത്. ഒരാളെയൊക്കെ വിളിച്ചിട്ടുണ്ട്. പിന്നെ അവർ രണ്ടുപേരും കൂടെ പറിക്കാൻ അത് മതിയില്ല. ഒരാൾ മുകളിൽ കയറി പറിക്കുമ്പോൾ താഴെ നിന്നിട്ട് ഒരാൾ അടക്ക പിടിക്കാനൊക്കെ ആയിട്ടും പിന്നെ അവർ പറിച്ചിട്ടിരുന്നത് ആ കൊലയ്ക്കകത്ത് നിന്ന് അടത്തിയെടുക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ പണിക്ക് ആളെ വിളിച്ചിട്ടില്ല. പിന്നെ നമുക്ക് ഈ സമയത്ത് ഇപ്പോൾ പണി കുറവല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആളെ കൂട്ടി ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ തന്നെ കൂടി കൊടുക്കാമെന്ന് പറഞ്ഞ് പോയത്. അപ്പോൾ ഈ ഒരു വീട്ടിലാണ് കേട്ടോ നമ്മൾ ഇന്ന് അടക്ക പറിക്കുന്നത്. കമ്പനിപ്പടിക്ക് തന്നെയാണ്. ഇവിടെ നമ്മൾ ടൗണിലേക്ക് ഇറങ്ങാൻ അത്ര ദൂരമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് ടൗണിലേക്ക് വരാൻ അത്ര ദൂരമേ ഉള്ളൂ കേട്ടോ.
ഈ ടൗണിൽ തന്നെയാണ് കേട്ടോ ഇന്ന് അടയ്ക്ക പറിക്കുന്നത്. ഈ ഒരു വീട്ടിലാണ്, ഈ ഒരു വീടിൻ്റെ ബാക്ക് വശത്താണ് കേട്ടോ അടയ്ക്ക പറിക്കുന്നത്. അങ്ങനെ ഞങ്ങളിത് തോട്ടത്തിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ റിഷ്മോൻ വന്നു കേട്ടോ. കാരണം രണ്ടുപേരെയും കൊണ്ട് ഉമ്മച്ചി മടുക്കണ്ടെന്ന് കരുതി കുഞ്ഞുവനെ മാത്രം അവിടെ ആക്കി കൊടുത്തു കേട്ടോ, ഉമ്മച്ചിയുടെ അടുത്താക്കി കൊടുത്തു. പക്ഷെ അവനെയും കൊണ്ട് തന്നെ ഉമ്മച്ചിക്ക് ഭയങ്കര ഒരു ഓട്ടം ആയിരിക്കും കേട്ടോ. പുള്ളി നിലത്തൊന്നും നിൽക്കാത്ത കാരണം പുള്ളീനെ കൊണ്ട് തന്നെ ഉമ്മച്ചി മടുക്കും കേട്ടോ. അപ്പോൾ ഇപ്പം ഞങ്ങളെ കൂടെ കൂടിയതാണ് കേട്ടോ. ഇന്ന് പിന്നെ അവധിയല്ലേ. അപ്പോൾ അടുത്ത് വന്ന പാടെ ഇക്കായും ഇക്കാൻ്റെ പണിക്കാരനും കൂടെ കൂടിയും കണ്ട് അവർ രണ്ടുപേരും അവരെ ജോലി എടുക്കാൻ തുടങ്ങിയിട്ട് അവർ കയറി കവുങ്ങി കയറി അടക്ക പറിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അവർ ഒരേ നേരം ഇങ്ങനെ പറിച്ചിട്ടുകൊണ്ട് പോകും. അതിൻ്റെ പുറകിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചാക്കിൽ കുറേശ്ശെ എടുത്തിട്ട് ഞാൻ അതെല്ലാം ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് കൂട്ടിയിട്ടിട്ട് കൊലയിൽ നിന്ന് ഇങ്ങനെ അടർത്തി എടുക്കും കേട്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു അടക്കാത്തോട്ടം അടക്ക പറിക്കാനും ഒക്കെ പോണതും അടക്ക അടർത്താൻ പോണതും ഒക്കെ ആയിട്ട് കേട്ടോ. ഇങ്ങനത്തുള്ള പണിയൊന്നും കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ. ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു പണിക്കൊക്കെ ഇറങ്ങുന്നത്. നമുക്ക് ഇന്ന് അടക്ക പറിക്കാനുള്ള തോട്ടം ഇതാണ് കേട്ടോ. തോട്ടം ഫുള്ളും വെള്ളമാണ്. മുട്ടറ്റല്ല, അതിനേക്കാളും ചെളിയും വെള്ളമാണ് കേട്ടോ. പാടായതുകൊണ്ട് തന്നെ അടക്ക പറിക്കൽ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കുറേശ്ശെ അവർ പറിച്ചിട്ടെങ്ങാണ്ട് ഇങ്ങനെ അടക്ക പറിച്ചിട്ടുകൊണ്ട് ഇങ്ങനെ പോകും. ഒരേ കവുങ്ങിൻ്റെ അടിഭാഗത്തൊക്കെ അടക്ക ഇങ്ങനെ കൂട്ടി വച്ചേക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ അടക്ക ഒരു ചാക്കിലേക്ക് കുറേശ്ശെ ആക്കിയിട്ട് എടുത്തു കൊണ്ടുവന്ന് ഒരു സൈഡിൽ നമുക്ക് വെള്ളമൊന്നും ഇല്ലാത്തടത്ത് കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടിട്ട് ഇങ്ങനെ കൊലയിൽ നിന്ന് ഇങ്ങനെ അടർത്തി 2 ചാക്കിലിട്ടായിട്ട് തിരിഞ്ഞ് വെക്കും കേട്ടോ. പച്ച വേറെയും പഴുത്തത് വേറെയൊക്കെ ആയിട്ട് അങ്ങനെ തിരിഞ്ഞ് വെച്ചു കേട്ടോ. ಇದು നിർത്തി മതി കൊണ്ടെടുത്ത് വെച്ച് പോണ മതി. ഉച്ചയാകുമ്പോഴൊക്കെ നല്ല പണിയായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്കും ഒരു 1 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വിശപ്പ് കയറി തുടങ്ങി. അപ്പോഴത്തേക്കും അടുത്ത് തുടങ്ങിയിട്ട് ഒരു 1:45 ഞങ്ങളിതേ വീട്ടിലേക്ക് ഊണ് കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഉച്ചയാകോളം അടക്കത്തോട്ടത്തിൽ കൂടെ ചാടി നടന്നാണ് റിസ്വാനാണെങ്കിൽ മടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എങ്ങോട്ടാണ് പോണേന്ന് അവൻ ചോദിച്ചിട്ട് വണ്ടിക്കകത്തേക്ക് കയറിയപ്പോൾ തന്നെ അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് ഉണ്ണാൻ വേണ്ടി പോണേയാണ്. എങ്ങോട്ടാണ് പോണേന്ന് ചോദിച്ചപ്പോൾ വീട്ടിലേക്ക് പോണേന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പുള്ളി പറയുകയാണ് ഞങ്ങളെടുത്ത് ഇനി ഞാൻ തിരിച്ചു വന്നില്ല കേട്ടോ, നിങ്ങൾ പണിയെടുത്തോ,
ഇനി ഞാൻ മഞ്ഞില്ല കേട്ടോ, അവിടെ നിന്ന് മടുത്തു, എന്ത് പാടാ, ഞാൻ കൊച്ചിൻ്റെ അടുത്ത് നിന്നോളാം, വല്യമ്മച്ചിയുടെ അടുത്ത് നിന്നോളാം എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഊണ് കഴിച്ച് കഴിഞ്ഞ് തിരിച്ച് ഇതേ വീണ്ടും വന്ന് അടക്ക പറിച്ചുകൊണ്ടിരിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ അവൻ വന്നില്ല കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും ഉമ്മച്ചിയുടെ അടുത്തുണ്ട്. അപ്പോൾ ഇനി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അടക്കപ്പറി തീർന്നിട്ട് വേണം കേട്ടോ പോകാനായിട്ട്. ചിലപ്പോൾ ഇന്നുകൊണ്ട് തീരും തോന്നണില്ല, കാരണം നമുക്ക് കുറച്ചധികം തന്നെ ഉണ്ട് കേട്ടോ അടക്ക പറിക്കാനായിട്ട്. അടയ്ക്ക കുറച്ചാണെങ്കിലും പക്ഷേ ഈ തോട്ടം കുറച്ച് റിസ്ക് ഉള്ള ഭാഗമായതുകൊണ്ടാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് പറിച്ച് തീരുമില്ലാത്ത. അപ്പോൾ ഇവരെ തന്നെ താറാവാണ് കേട്ടോ, ഈ വെള്ളത്തിൽ കൂടെ കിടന്നങ്ങാണ്ട് നീന്തുവാണ് കേട്ടോ. ഞങ്ങൾ കാണുമ്പോൾ അവരിങ്ങനെ മാറി പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാത്തിലും വെള്ളമാണ്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് പറിക്കാനുള്ള ഭാഗം ഇതാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ളതൊക്കെ ഇങ്ങനെ 2 പാർട്ടായിട്ട് ഇങ്ങനെ അവർ തിരിച്ചു വെച്ചേക്കാണ് കേട്ടോ. ഇത് വീടിൻ്റെ ഒരു ഭാഗത്താണ്. ഈ ഒരു ഭാഗം ഫുള്ളും ഞങ്ങളിപ്പോൾ വന്നിട്ട് ഇത്രയും അടയ്ക്ക പറിച്ചെടുത്തു കേട്ടോ. ഇനി ഇവിടെ 1-2 മരം കൂടി ആയിട്ടോ നമുക്ക് പറിക്കാനായിട്ടുള്ളൂ. ഈ ഒരു വശത്ത് കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ പറിക്കാനായിട്ട്. അപ്പോൾ ലാസ്റ്റത്തെ കവുങ്ങ് പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് താഴെ ഭാഗത്താണ് കേട്ടോ ഇനി അടുത്ത് പറിക്കാനുള്ളത്. അവിടെ ഇവിടത്തേക്കായും കുറച്ചും കൂടെ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര റിസ്ക്കാണ് കേട്ടോ അവിടെ പറിക്കാനായിട്ട്. അവിടുത്തെ കാന ഇച്ചിരി താഴ്ചയുള്ള കാനയായതുകൊണ്ട് തന്നെ ഒരാളെ പൊക്കത്തിൽ വെള്ളമുണ്ട് കേട്ടോ അവിടെ. പിന്നെ അത് മാത്രമല്ല, താഴത്തെ വെള്ളത്തിൽ ഫുള്ളും അട്ടയാണ് കേട്ടോ, വലിയ പോത്തൻ അട്ടയുണ്ട്. അങ്ങനെ ഞങ്ങളിത് അടയ്ക്ക പറിക്കലൊക്കെ കഴിഞ്ഞു, ചാക്കൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എല്ലാ അടയ്ക്കയും പറിച്ചതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് കൂട്ടി വെക്കണം, ചാക്കിലായിട്ട് തുന്നി കെട്ടി വെക്കണം. എന്നിട്ട് അത് വെയിറ്റ് നോക്കിയിട്ട് അതിൻ്റെ പൈസ കൊടുത്തിട്ട് വേണം കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട്. ഞങ്ങൾ തൂക്കത്തിനാണ് കേട്ടോ ഈ കവുങ്ങ് മേടിച്ചിട്ടുള്ളത്. നമുക്ക് അടങ്കലൊന്നും മേടിച്ച് കഴിഞ്ഞാൽ ഇത്രയും ചെളിക്കൂടെ ഒന്നും കിടന്നങ്ങാണ്ട് പണിയാകുമ്പോൾ നമുക്കതൊരു റിസ്ക് ഉള്ള കാര്യമാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം അടക്കാത്തോട്ടം അടങ്കൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം അവർ വിളിച്ചപ്പോൾ അവർ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അവർക്ക് ചിലപ്പോൾ അടങ്കൽ മേടിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും നഷ്ടം പറ്റിക്കാണും, അതുകൊണ്ടായിരിക്കും അവർ ഈ പ്രാവശ്യം വരാതിരുന്നത്. അപ്പോൾ ഇനി അടക്കയുടെ വെയിറ്റൊക്കെ നോക്കിയിട്ട് വേണം ഇവിടെ നിന്ന് നമുക്ക് തൂക്കിയെടുത്തിട്ട് പോകാനായിട്ട്. പിന്നെ അടക്ക കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ അങ്ങനെ അടക്ക പറിയൊക്കെ കഴിഞ്ഞതേ പണിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. ഒരു 5 മണിയായിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് ഒരുപാട് ദൂരമൊന്നും വന്നില്ല, കുറച്ച് ദൂരം പോയാൽ മതി കേട്ടോ. ഞങ്ങൾ മെയിൻ ടൗണിലേക്ക് ഇവിടെ തന്നെയാണ് കേട്ടോ ഇറങ്ങി വന്നത്. സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഇറങ്ങി വന്ന ഒരു ടൗൺ തന്നെയാണ് കേട്ടോ ഇത്. പണിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഇതാണ് കേട്ടോ അവസ്ഥ. രാവിലെ ഞാനെല്ലാം വൃത്തിയാക്കിയിട്ട് അടിച്ചു വാരി എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ പോയത്. വൈകുന്നേരം വന്ന് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം കൂടെ ഒരംഗം കഴിഞ്ഞ ഒരവസ്ഥയാണ് കേട്ടോ. 2 എണ്ണം കൂടെ ഇവിടെ കിടന്ന് മറിഞ്ഞിട്ട് വന്ന വഴി എന്നെ നേരെ കട്ടൻ ചായ വെച്ചു കേട്ടോ. വന്ന വഴിക്കിലൊന്നും ചായ കുടിക്കാൻ പറ്റിയില്ല, കാരണം നമ്മൾ ഡ്രസ്സൊക്കെ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും മുഷിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ നാണാകൂലേ, അത് കാരണം ഞങ്ങൾ ചായക്ക് കടി മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. വീട്ടിൽ വന്ന് ചായ തിളപ്പിച്ച് ചായ കുടിക്കാനായിട്ട്. ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി വീടൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കി വൈകുന്നേരത്തേക്ക് കറിയൊക്കെ ഉണ്ടാക്കി ഒന്ന് അലക്കി കുളിക്കാനായിട്ട് കേട്ടോ. ചായ തിളപ്പിച്ച് കടിയൊക്കെ കൂട്ടി കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി ഇതിലും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.